110 കിലോമീറ്ററിലധികം അകലെ പറക്കുന്ന ശത്രു യുദ്ധവിമാനത്തെ കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ തകർക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? അതെ, അതിനുള്ള മറുപടിയാണ് ഇന്ത്യയുടെ ആസ്ത്ര മിസൈൽ. വർഷങ്ങളോളം ഇന്ത്യ റഷ്യൻ, ഫ്രഞ്ച്, ഇസ്രയേലി എയർ ടു എയർ മിസൈലുകളെ ആശ്രയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം സ്വന്തം ബിയോണ്ട് വിഷ്വൽ റേഞ്ച് അഥവാ BVR മിസൈലുണ്ട്. അതാണ് ആസ്ത്ര. ആസ്ത്ര എന്താണ്? ആസ്ത്ര ഒരു എയർ ടു എയർ മിസൈലാണ്. അതായത് ഒരു യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച് മറ്റൊരു യുദ്ധവിമാനത്തെ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത മിസൈൽ. ഇത് DRDO വികസിപ്പിച്ചതാണ്. Su-30 MKI, തേജസ് MK-1A, തേജസ് MK-2 തുടങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളുമായി സംയോജിപ്പിക്കാനാണ് പദ്ധതി. എത്ര അപകടകാരി! ആസ്ത്ര MK-1ന് ഏകദേശം 110 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. വേഗത മാക് 4-ലധികം, അതായത് ശബ്ദവേഗത്തിന്റെ 4 ഇരട്ടിയിലധികം. ശത്രു പൈലറ്റ് പലപ്പോഴും ആക്രമണം മനസ്സിലാക്കുമ്പോഴേക്കും വൈകിയിരിക്കും. എങ്ങനെ പ്രവർത്തിക്കുന്നു? ആദ്യം യുദ്ധവിമാനത്തിന്റെ റഡാർ ലക്ഷ്യം കണ്ടെത്തും. ശേഷം ആസ്ത്ര വിക്ഷേപിക്കും. മധ്യഘട്ടത്തിൽ വിമാനത്തിൽ നിന്ന് ഡേറ്റ ലഭിക്കും. അവസാന ഘട്ടത്തിൽ ആസ്ത്രയുടെ സ്വന്തം ആക്റ്റീവ് റഡാർ സീക്കർ പ്രവർത്തനമാരംഭിച്ച് ലക്ഷ്യത്തെ പിന്തുടർന്ന് ആക്രമിക്കും. ഇതിനെ ഫയർ ആൻഡ് ഫൊഗറ്റ് കഴിവെന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് പ്രധാനം? ആസ്ത്ര ഇന്ത്യക്ക് വെറും ഒരു മിസൈലല്ല, ഇത് പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ്. ഓരോ മിസൈലിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയുന്നു. കൂടാതെ ആസ്ത്ര MK-2, MK-3 പതിപ്പുകൾ വികസനത്തിലാണ്. ഭാവിയിൽ 150 മുതൽ 300 കിലോമീറ്റർ പരിധിയുള്ള പതിപ്പുകളും പ്രതീക്ഷിക്കുന്നു. ഒരു കാലത്ത് വിദേശ മിസൈലുകൾ വാങ്ങിയ ഇന്ത്യ ഇന്ന് സ്വന്തം എയർ ടു എയർ മിസൈൽ വികസിപ്പിച്ച് യുദ്ധവിമാനങ്ങൾക്ക് കരുത്തു നൽകുകയാണ്. ആസ്ത്ര വെറും ഒരു മിസൈൽ മാത്രമല്ല, ഇന്ത്യയുടെ ആകാശത്തിലെ പുതിയ വേട്ടക്കാരനാണ്.